എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. IPLൽ 4000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി. IPLൽ 4000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി സഞ്ജു വി സാംസൺ. സഞ്ജു സാംസൺ ആണ് IPLൽ 4000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി. 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച കദിയ ഗഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച കദിയ ഗഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തർപ്രദേശ്. 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച കദിയ ഗഹു എന്ന ഗോതമ്പിനം ഉത്തർപ്രദേശുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 ഏപ്രിലിൽ നിയമിതനായ ഇന്ത്യക്കാരൻ. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 ഏപ്രിലിൽ നിയമിതനായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹൻ. രാകേഷ് മോഹനാണ് ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 ഏപ്രിലിൽ നിയമിതനായ ഇന്ത്യക്കാരൻ. 2024 തോമസ് കപ്പ് വേദി. 2024 തോമസ് കപ്പ് വേദി ചൈന. ചൈനയാണ് 2024 തോമസ് കപ്പ് വേദി. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇസൂൾട്ട്. ഇസൂൾട്ട് MRI സ്കാനറാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യം. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യം ഗയാന. ഗയാനയാണ് ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യം. ഗ്രീസിൽ നടന്ന പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയത്. ഗ്രീസിൽ നടന്ന പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയത് അഭിലാഷ് ഫ്രേസർ. അഭിലാഷ് ഫ്രേസറാണ് ഗ്രീസിൽ നടന്ന പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയത്. ഏപ്രിലിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ISPS അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം. ഏപ്രിലിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖമാണ് ഏപ്രിലിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ISPS അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം. റബ്ബർ ബോർഡിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. റബ്ബർ ബോർഡിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എംറൂബ്. എംറൂബ് ആണ് റബ്ബർ ബോർഡിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ദേവികയാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ശെന്തുരുണി. ശെന്തുരുണിയാണ് കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല. 2024 ലോക ആരോഗ്യദിന പ്രമേയം. 2024 ലോക ആരോഗ്യദിന പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ് 2024 ലോക ആരോഗ്യദിന പ്രമേയം. ഏപ്രിൽ 7 ലോക ആരോഗ്യദിനം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ഹെപ്പറ്റൈറ്റിസ് B/C വൈറസ് ബാധിതരുള്ള രാജ്യം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ഹെപ്പറ്റൈറ്റിസ് B/C വൈറസ് ബാധിതരുള്ള രാജ്യം ചൈന. 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ചൈനയാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം ഹെപ്പറ്റൈറ്റിസ് B/C വൈറസ് ബാധിതരുള്ള രാജ്യം. 2ാമത് ഇന്ത്യ. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ്. ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. ഹാറ്റ്സ് എന്നതാണ് ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള
കൗൺസിലിംഗ് പദ്ധതി. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്വിസ് മിർ. ബിൽക്വിസ് മിർ ആണ് ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്രാനുഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലെസ്സി എഴുതുന്ന ഓർമ്മ പുസ്തകം. കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്രാനുഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലെസ്സി എഴുതുന്ന ഓർമ്മ പുസ്തകം കാഴ്ചയുടെ തന്മാത്രകൾ. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന ഓർമ്മ പുസ്തകമാണ് കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്രാനുഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലെസ്സി എഴുതുന്ന പുസ്തകം. 50 വർഷത്തിനിടെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. 50 വർഷത്തിനിടെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലാണ് 50 വർഷത്തിനിടെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. 2024 ഏപ്രിൽ 8 നടന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം അറിയപ്പെടുന്നത്. 2024 ഏപ്രിൽ 8 നടന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം അറിയപ്പെടുന്നത് ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ എക്ലിപ്സ്. ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ എക്ലിപ്സ് എന്നാണ് 2024 ഏപ്രിൽ 8 നടന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ലോകത്തിലെ ആദ്യ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിൻ. ഡെവിൻ ആണ് ലോകത്തിലെ ആദ്യ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ജീവിതം ആടുജീവിതം ഓർമ്മകളിലെ മരുക്കാറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ജീവിതം ആടുജീവിതം ഓർമ്മകളിലെ മരുക്കാറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബ്ലെസ്സി. ബ്ലെസ്സിയാണ് ജീവിതം ആടുജീവിതം ഓർമ്മകളിലെ മരുക്കാറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രാജേഷ് ജോൺ. പത്തനംതിട്ട സ്വദേശിയായ രാജേഷ് ജോൺ ആണ് അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച സംഗീതോപകരണങ്ങൾ. 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച സംഗീതോപകരണങ്ങൾ മഹാരാഷ്ട്രയിലെ മിറാജ് പട്ടണത്തിൽ നിർമ്മിച്ച സിത്താറുകൾക്കും താൻപൂരകൾക്കും. മഹാരാഷ്ട്രയിലെ മിറാജ് പട്ടണത്തിൽ നിർമ്മിച്ച സിത്താറുകൾക്കും താൻപൂരകൾക്കുമാണ് 2024 ഏപ്രിൽ GI ടാഗ് ലഭിച്ചത്. സംഗീതോപകരണങ്ങളായ സിത്താറുകൾക്കും താൻപൂരുകൾക്കുമാണ് 2024 ഏപ്രിൽ GI ടാഗ് ലഭിച്ചത്. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ്. മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിനാണ് ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി. 2023 മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത്. 2023 മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് ഹാർദിക് സിംഗ്. ഹാർദിക് സിംഗിനാണ് 2023 മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത്. 2023 മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് 2023 മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് സലീമ ടെറ്റെ. സലീമ ടെറ്റയ്ക്കാണ് 2023 മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത്. സ്പേസ് എക്സിന്റെ ബാൻഡ് വാഗൺ 1 മിഷന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ്. സ്പേസ് എക്സിന്റെ ബാൻഡ് വാഗൺ 1 മിഷന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് ടിസാറ്റ് 1A. ടിസാറ്റ് 1A ആണ് സ്പേസ് എക്സിന്റെ ബാൻഡ് വാഗൺ 1 മിഷന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരം രവീന്ദ്ര ജഡേജ. രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരം. അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം. അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത്.
ഗുജറാത്തിലെ പടുത്താബേട്ട്. ഗുജറാത്തിലാണ് അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത്. 2024 ഏപ്രിൽ 8 അന്തരിച്ച ദൈവഗണം ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ. 2024 ഏപ്രിൽ 8 അന്തരിച്ച ദൈവഗണം ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ്. പീറ്റർ ഹിഗ്സ് ആണ് 2024 ഏപ്രിൽ 8 അന്തരിച്ചത്. ദൈവഗണം ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു പീറ്റർ ഹിഗ്സ്. 2024 ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ 3-ാം സ്ഥാനത്തെത്തിയ എയർലൈൻസ്. 2024 ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ 3-ാം സ്ഥാനത്തെത്തിയ എയർലൈൻസ് ഇൻഡിഗോ. ഇൻഡിഗോ എയർലൈൻസ് ആണ് 2024 ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ 3-ാം സ്ഥാനത്തെത്തിയ എയർലൈൻസ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം. മലപ്പുറം ജില്ലയാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസ് ബോളർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസ് ബോളർ ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസ് ബോളർ. അടുത്തിടെ ഫ്രഞ്ച് ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളി വനിത. അടുത്തിടെ ഫ്രഞ്ച് ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളി വനിത പൂയം തിരുനാൾ ഗൗരി പാർവതിബായി. അടുത്തിടെ ഫ്രഞ്ച് ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളി വനിതയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതിബായി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷാ. ജയ്ഷായാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിന്റെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റത്. കേരളത്തിന്റെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റത് ജയന്തി കൃഷ്ണൻ. ജയന്തി കൃഷ്ണനാണ് കേരളത്തിന്റെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റത്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപ നാണയം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയത് 75 രൂപ നാണയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം സബ്മറൈൻ ടൂറിസം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണ്? ദ്വാരക. ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം സബ്മറൈൻ ടൂറിസം ആരംഭിക്കുന്നത്. നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ്? നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. UK-യിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത്. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. അർജന്റീനൻ താരമായ ലയണൽ മെസ്സിയാണ് 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവണയുടെ ആത്മകഥയുടെ പേര്. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവണയുടെ ആത്മകഥയുടെ പേര് 4 Stars of Destiny. 4 Stars of Destiny എന്നതാണ് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവണയുടെ ആത്മകഥയുടെ പേര്. 2024 ജനുവരി 15 അന്തരിച്ച മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചലച്ചിത്ര സംഗീത സംവിധായകൻ. 2024 ജനുവരി 15 അന്തരിച്ച മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചലച്ചിത്ര സംഗീത സംവിധായകൻ KJ ജോയ്. KJ ജോയ് ആണ് 2024 ജനുവരി 15 അന്തരിച്ച മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചലച്ചിത്ര സംഗീത സംവിധായകൻ.
ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ സൂചിക ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 35 ഇന്ത്യയുടെ സ്ഥാനം. UK ആണ് 1-ാം സ്ഥാനത്ത്. ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള രാഷ്ട്രങ്ങളുടെ സൂചിക ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 35-ാമതാണ്. UK ആണ് 1-ാം സ്ഥാനത്ത്. 77-ാമത് കാൻസ് ചലച്ചിത്രമേളയിൽ ഓണററി പാം ഡി ഓർ പുരസ്കാരത്തിന് അർഹനായത്? 77-ാമത് കാൻസ് ചലച്ചിത്രമേളയിൽ ഓണററി പാം ഡി ഓർ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ലൂക്കാസ്. ജോർജ് ലൂക്കാസ് ആണ് 77-ാമത് കാൻസ് ചലച്ചിത്രമേളയിൽ ഓണററി പാം ഡി ഓർ പുരസ്കാരത്തിന് അർഹനായത്. US പ്രസിഡന്റിന്റെ ഗോൾഡ് വളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ. US പ്രസിഡന്റിന്റെ ഗോൾഡ് വളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ ലോകേഷ് മുനി. ലോകേഷ് മുനിയാണ് US പ്രസിഡന്റിന്റെ ഗോൾഡ് വളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായത്? ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായത് ഹരേന്ദ്ര സിംഗ്. ഹരേന്ദ്ര സിംഗ് ആണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായത്. അന്താരാഷ്ട്ര നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ. അന്താരാഷ്ട്ര നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ജഗ്ജിത്ത് പവാഡിയ. ജഗ്ജിത്ത് പവാഡിയാണ് അന്താരാഷ്ട്ര നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന? ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ. വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷനാണ് ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന. 2023 ഏറ്റവും മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡിന് അർഹനായത്? 2023 ഏറ്റവും മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡിന് അർഹനായത് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ. സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനാണ് 2023 ഏറ്റവും മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡിന് അർഹനായത്. 2024 ഏപ്രിലിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെ? 2024 ഏപ്രിലിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാമേശ്വരം. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് 2024 ഏപ്രിലിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. അടുത്തിടെ 2000 വർഷം പഴക്കമുള്ള ചേര നാണയം കണ്ടെത്തിയ രാജ്യം? അടുത്തിടെ 2000 വർഷം പഴക്കമുള്ള ചേര നാണയം കണ്ടെത്തിയ രാജ്യം ഈജിപ്ത്. ഈജിപ്തിലാണ് അടുത്തിടെ 2000 വർഷം പഴക്കമുള്ള ചേര നാണയം കണ്ടെത്തിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.